ഹലോ എവരിവൺ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു, സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴ് കണ്ടതുപോലെ തന്നെ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ നെല്ലിക്കായും കൊണ്ട്. നെല്ലിക്ക നല്ലൊരു ഇമ്മ്യൂണിറ്റി കൂട്ടുന്നൊരു സാധനമല്ലേ. അപ്പോൾ അതും കൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോഴതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു 10-15 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ മറയൂർ ശർക്കര. അപ്പോൾ ആ മറയൂർ ശർക്കര തന്നെ വേണമെന്നൊന്നും ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് കിട്ടുന്നോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ മറയൂർ ശർക്കര ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയ 2 പീസ് എടുത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ശർക്കര പാനി ആക്കുക, അത്രേ ഉള്ളൂ. മറയൂർ ശർക്കരയെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഞാൻ കഴിക്കുകയായിരുന്നു. ഒരു ശകലം എടുത്ത് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ്. എന്തൊരു സോഫ്റ്റാണ് ഈ ശർക്കര. അയ്യോ, ഇതിപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കണേ. ഈ സമയത്ത് നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കറക്റ്റായി വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് എന്തെടുക്കണം? നെല്ലിക്ക ആവി കയറ്റിയെടുക്കണം. ഞാൻ ആവി കയറ്റിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ആവി കയറ്റാതെയും ഇത് നമുക്ക് ചെയ്യാം. എന്തായാലും ഇത് കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇഡലിത്തട്ട് വെച്ച് ഞാനത് ആവി കയറ്റുകയാണ്. കുക്കറിൻ്റെ വിസിൽ നന്നായിട്ട് ആവി വരുമ്പോൾ ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ വിസിൽ അടുപ്പിക്കുന്നില്ല. അത് നല്ല പ്രഷർ വരും. അതൊക്കെ അവനവൻ്റെ ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും അതിൻ്റെ പ്രഷർ നിൽക്കുന്നത്. കണ്ടില്ലേ? ഒന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. നെല്ലിക്ക എല്ലാം എന്ന് വെച്ചാൽ വെന്ത് പൊട്ടിപ്പോയിട്ടില്ല, എന്നാൽ അത് വെന്തിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഇതിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, വേവിച്ചും വേവിക്കാതെ നമുക്കിത് പച്ചയ്ക്കും ഇടാം. പക്ഷേങ്കിൽ വേവിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ, ഇതിനകത്തൊരു തരി ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ നെല്ലിക്കയുടെ തരി കറ പോലും പോയിട്ടില്ല. അതായത് അതിൻ്റെ വേണ്ട ഒരു ഗുണങ്ങളും പുറത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. ഫുൾ ആ നെല്ലിക്കയ്ക്കകത്ത് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളം വേറൊരു കളറിൽ വരത്തില്ലേ, അയൺ ഫുള്ള് പുറത്ത് പോയിട്ട് വേറെ ഇത് കണ്ട നല്ല ക്ലിയർ ആയിട്ടാണ് വെള്ളം കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇനി നമുക്കിതെന്തെടുക്കണം? നമുക്കിത് മിക്സിങ്ങിലേക്ക് കിടക്കാം. കണ്ടില്ലേ, ശർക്കര നമ്മൾ കട്ടിയായിട്ട് തന്നെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക അവിടെ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഇങ്ങനെ ഒഴുകി വരണം സംഭവം. തിക്ക് പാനിയാവരുത്, നന്നായിട്ട് ഇങ്ങനെ ഒഴുകി വരണം. പിന്നെ ഒരു ശകലം ചുക്കിൻ്റെ പൊടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ. ചുക്കിൻ്റെ പൊടി വേണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ചുക്കിൻ്റെ പൊടി മസ്റ്റാണ്, വേണം. പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവാപ്പട്ട, 3 കഷ്ണം ഏലയ്ക്ക, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുമില്ല, സംഭവം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുക, അത്രമേ ഉള്ളൂ. പിന്നെ ഇടുന്ന ഭരണിയോ ഗ്ലാസ് ജാറോ എന്തു ആയിക്കട്ടെ, നല്ല വൃത്തിക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഇരിക്കണം. ഒരു തരി വെള്ളമായ ഇതിനകത്തുണ്ടാവരുത്. ഉണ്ടെങ്കിൽ അത് അഴുക്കായി പോവും, പൂത്തുപോകും, ഇരിക്കത്തില്ല. ഇനി നമുക്കിത് ജാറിലേക്ക് മാറ്റാം കേട്ടോ. ആദ്യമായിട്ട് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ അതിലേക്ക് നെല്ലിക്ക ഇടുക. ഇതെല്ലാം ഒന്നിലും വെള്ളമയം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കൈയൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. ശകലം പോലും വെള്ളമയോ അഴുക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈർപ്പം ഒന്നും വരരുത്. ഉണ്ടായാൽ അത് അഴുക്കായി പോകും. എൻ്റെ കൈ ഉണങ്ങിയിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ വിരലും കൊണ്ട് എടുത്തിടുന്നത്. അല്ലാതെ വെള്ളമയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പൂണും കൊണ്ടോ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് ഇടുക. വീണ്ടും എന്നിട്ട് ആ സ്പൈസസ് ഇടുക. ചുക്ക് അത് ഞാനൊരു 1/4 സ്പൂണ്, അതായത് എൻ്റെ കൈക്ക് ഒരു നുള്ളാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ചുക്ക്. ഇതിപ്പം കൂടിപ്പോയൊരു 1/4 സ്പൂൺ വരെയൊക്കെ മതിയായിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല മണം വരും അല്ലെങ്കിൽ അതിന് വീര്യം കൂടിപ്പോവും. ഇപ്പോൾ പിള്ളേർക്ക് കൊടുക്കുമ്പം അത്രയും വീര്യം കൂടുന്നത് നന്നല്ലല്ലോ. അപ്പോൾ ഇത് മതി. ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ വരെ ആകാവുള്ളൂ. പിന്നെ ഞാൻ ഈ 15 നെല്ലിക്കയല്ലേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് അതിനൊരു നുള്ള ചുക്ക് മതി. നിങ്ങൾ 2-3 കിലോ ഒക്കെ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റിക്കോണം. ഇപ്പോഴും ഞാൻ രണ്ടാമത് വീണ്ടും ജാഗരി ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെ നെല്ലിക്ക നിരത്തുക അതിൻ്റെ മേലിലേക്ക്. അത്രേ ഉള്ളൂ. ചുക്ക് ഞാൻ ആദ്യമേ ഇട്ടതേ ഉള്ളൂ. പിന്നെ ബാക്കിയിരുന്ന സ്പൈസസ് വേണമെങ്കിൽ ഇടുക. 2-3 ഗ്രാമ്പു, 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, അത് മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒത്തിരി സ്പൈസസിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒരു വൈൻ പോലെയൊന്നും നമ്മൾ ആക്കുന്നില്ലല്ലോ. ജസ്റ്റ് ആ ഫ്ലേവർ ഒന്ന് അതേ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് പിള്ളേർക്ക്, വിശപ്പില്ലാത്ത പിള്ളേർക്ക് ബെസ്റ്റാണ്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പോ അരമണിക്കൂർ മുമ്പോ ഇത് ഒരു നെല്ലിക്കായും അതിൻ്റെ ജ്യൂസും കൂടെ ആയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല കഴിക്കാനൊക്കെ ആവുമ്പോൾ നല്ല വിശപ്പും ഒക്കെ വരും.
അപ്പം ഞാനിത് കൂടുതലും സ്ത്രീകളിലേക്കും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു കൂടുതലായിട്ട് അവരിത് കഴിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഹിമോഗ്ലോബിൻ്റെ അളവിൽ എപ്പോഴും വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പുരുഷന്മാർക്ക് ആ പ്രശ്നമില്ല, അങ്ങനെയൊന്നും വേരിയേഷൻസ് അവർക്ക് വരത്തില്ല. നമുക്കങ്ങനെയല്ല, നമുക്ക് എല്ലാ മാസങ്ങളും ഇപ്പോൾ ഈ മാസം പോലെ ആയിരിക്കത്തില്ല അടുത്ത മാസം നമ്മുടെ ഹിമോഗ്ലോബിൻ്റെ അളവ്. പക്ഷെ നമ്മൾ ആരും ഇത് ചെക്ക് ചെയ്യുന്നില്ല. നമുക്കൊരു ക്ഷീണവും തളർച്ചയും ഇതൊക്കെ വരുന്നത് ഹിമോഗ്ലോബിൻ്റെ അളവ് ശരീരത്തിൻ്റെ കുറയുമ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ദിവസവും 1 സ്പൂൺ വീതമൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അയണിൻ്റെ ടാബ്ലറ്റ് നമ്മൾ ദിവസവും കഴിക്കുന്നവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല. പിന്നെ അയണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില അയൺ ടാബ്ലറ്റൊക്കെ ചിലർക്കൊക്കെ വയറൊക്കെ അപ്സെറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടും പിന്നെ ഡെയിലി പിന്നെ അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് കഴിച്ച് സ്റ്റേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഷുഗറുകാരോട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഷുഗറുകാർ ഇത് തൊടുവേ വേണ്ട. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ ഉള്ള കൊറോണ സീസണൊക്കെ കൊറോണയൊന്നും അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോയില്ലെങ്കിൽ നമുക്കിതൊക്കെ നമ്മുടെ ദേഹമൊക്കെ റെസിസ്റ്റിംഗ് പവറൊക്കെ കൂട്ടണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇത് കൊടുക്കുക, അത് മസ്റ്റാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കി വെച്ചു. അപ്പം ഞാൻ ഓർത്ത് ഇത് ഫുള്ള് സെറ്റായിട്ട് കാണിക്കാം. പക്ഷേ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടേ നമുക്കിത് നെല്ലിക്കായാലോട്ട് അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്തു അതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ അപാര ടേസ്റ്റ്. അപ്പോൾ തന്നെ അതൊരു ആപ്പാട് 15 നെല്ലിക്കയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെ പകുതി തീർന്നു പോയി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ എടുത്തപ്പോൾ തന്നെ അത് തീർന്നുപോയി. അപ്പം പിന്നെ തംബ്നെയിൽ ഫോട്ടോ എടുക്കാനായിട്ട് സംഭവം ഇല്ലാതായിപ്പോയി. പിന്നെ ഉള്ളതും കൊണ്ട് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതേ അളവ് മതി, ഇത്രയും നെല്ലിക്കായ്ക്ക് ഇത്രയും മതി ഞാൻ ഇട്ടേക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അവനവൻ്റെ അളവനുസരിച്ച് മാറ്റുക. ഇതിപ്പം നമ്മൾ എടുക്കുമ്പോൾ നല്ല ലൂസ് സിറപ്പായിട്ടായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതായിരിക്കും അതിൻ്റെ കറക്റ്റ്, എൻ്റെ ഒരു കണക്കിന് ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നത്. അപ്പം വേണമെങ്കിൽ ശക്കലം കൂടെ ഒന്ന് മുറുക്കിയാകുള്ളൂ. അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, അതൊന്നും ഇത് കൊടുക്കാനുള്ള പ്രായമല്ലല്ലോ. ഒരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് മുതൽ ഒരു 3 വയസ്സ് തൊട്ടുള്ള പിള്ളേർക്ക് അതിൻ്റെ അളവ് അനുസരിച്ച് കുറേശ്ശെ വീതം കൊടുക്കുക. പിന്നെ കൗമാരക്കാർക്കൊക്കെ ത്തിലുള്ള പെൺപിള്ളേർക്കൊക്കെ ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അവരുടെ സൗന്ദര്യം കൂടാനും ബ്ലഡ് കൂടാനും പിന്നെ മുടിയൊക്കെ വളരാനും നല്ല സ്കിന്നിനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബോഡിക്കുമൊക്കെ കൗമാരക്കാർക്കൊക്കെ ഇത് നല്ലതാണ്. ആൺപിള്ളേരും പെൺപിള്ളേർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ? കിടിലൻ സാധനമല്ലേ? കിടിലൻ തന്നെയാണ് കേട്ടോ, ഒന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് ഇത് കഴിക്കാം. പിന്നെ ഷുഗറുകാർ ഡയബറ്റിക് ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്തേക്കുക, അവരോട് ഞാൻ പറയുന്നില്ല. ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാം. പുറത്തുമൊക്കെ മേടിക്കുന്നതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ ചേർത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഒന്നും പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെ ഭരണിയാണെങ്കിൽ ഒരു തുണിയും കൂടെയൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് മുറുക്കി കെട്ടിയേക്കുക. ഇതിനിങ്ങനെ റിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഗ്ലാസ് ജാറാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, എന്തെങ്കിലും പൂപ്പോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇത് ശരിക്കും 3 മന്ത്സാണ് ഇരിക്കേണ്ടത്. 3 മാസം ഇരിക്കുമ്പോഴാണ് ഇത് കറക്റ്റ് അതിലേക്ക് പിടിച്ച് അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാം. 26 ഡേയ്സ് മുതൽ നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ സ്റ്റീം ചെയ്ത നെല്ലിക്ക ആയതുകൊണ്ടാണ് 26 പൊക്കം തൊട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പച്ച നെല്ലിക്കയാണെങ്കിൽ നന്നായിട്ട് കഴുകി അത് നല്ലൊരു തുണിയും കൊണ്ട് തുടച്ച് വൃത്തിക്ക് വെച്ച് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മളിടാൻ. അങ്ങനെ വെക്കുന്ന പച്ച നെല്ലിക്കയാണെങ്കിൽ അത് 3 മാസവും അത് ആ ഭരണിയിൽ തന്നെ ഇരിക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തോണം. സ്പൈസസിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി മാറിയെന്നിരിക്കും, അത് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കുക. എടുത്ത് തീർന്നത് കൊണ്ട് തംബ്നെയിലിന് പോലും എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഇല്ലാതായിപ്പോയി. എന്തായാലും ഉള്ളത് കൊണ്ട് ഞാനൊരു തംബ്നെയിലും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്കത് കാണിക്കാൻ പറ്റുമല്ലോ. ഇത് കറക്റ്റായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഈ ഒരു കളറിൽ നല്ലൊരു ലിക്വിഡായിട്ടിരിക്കും. അപ്പം സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇനിയും ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് എല്ലാവരും നെല്ലിക്കയൊക്കെ മേടിച്ച് ഇങ്ങനെയൊക്കെ ഇടുക. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ. എടുത്ത സാധനം പിന്നെ തിരിച്ച് ആ കുപ്പിയിലേക്ക് ഇടല് അഴുക്കായി പോവേ, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. പിന്നെ ഉണങ്ങിയ സ്പൂണുകൾ മാത്രമേ ഉണ്ടല്ലോ. ഈ സിറപ്പ് ഉണ്ടല്ലോ, നമുക്ക് അപ്പത്തിൻ്റെ കൂട്ടത്തിലും പാൻ കേക്ക്സിൻ്റെ കൂട്ടത്തിലും ഒക്കെ നമുക്ക് നല്ലൊരു ഡിപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാം.
ഉപയോഗിക്കാം. മേപ്പിൾ സിറപ്പും നമ്മൾ ഡേറ്റ് സിറപ്പൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഡു ഇറ്റ്. എന്തൊരു മണമാണെന്നറിയാം, വീട് മുഴുവനും ഇതിൻ്റെ മണമാണ്, നല്ല മണം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു ഡിഷിൽ കൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.